ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വീട്ടിലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ ഉമ്മാക്ക് പത്തിരി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഉമ്മ പറഞ്ഞു കുറച്ച് പത്തിരി ഉണ്ടാക്കി തായോ, ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഉമ്മാക്ക് കുഴയ്ക്കാനും ഉണ്ടാക്കാനൊന്നും വയ്യ പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് പത്തിരിപ്പണി പറഞ്ഞു കഴിഞ്ഞാൽ കുഴയ്ക്കലും ഒക്കെ ഉണ്ടാക്കലും ഒക്കെ മെനക്കെട് പണി അത്ര. അപ്പം ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് മാത്രം കുറച്ച് അവരും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്കുള്ള പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇന്നലെ നമ്മുടെ 27 രാവല്ലായിരുന്നു, നമുക്ക് ചീർണി ഉണ്ടാക്കിയിട്ട് പള്ളിക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഇതാ ഇതുപോലത്തെ അടയാണ് കേട്ടോ, പൊരിച്ചിട്ടുള്ള അടയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ തല കീഴായിട്ട് മറിയുന്നുണ്ടോ. ട്രൈപോഡ് കംപ്ലൈൻ്റ് ആണ്, നമുക്കിത് എപ്പോഴും പിടിച്ചു തരാൻ ആളില്ല. അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാട്ടോ. ട്രൈപോഡിന് ശരിയാക്കണം, അതിന് എങ്ങനെ ശരിയാക്കാമെന്നും അറിയില്ല. ഇനിയിപ്പോൾ വേറെ വാങ്ങിക്കേണ്ടി വരുമോ അതും അറിയില്ല കേട്ടോ. അത് എന്താ പറയുക, അതിൻ്റെ സ്ക്രൂ ഒക്കെ പോയേക്കണു, പൊട്ടി പോവുക എന്തോ ഉണ്ടായിട്ടുണ്ട്. കുറേ അതിൽ മേടിച്ചിട്ട് നമ്മൾ. അപ്പോൾ ഇനി അതൊന്ന് സെറ്റാക്കാണ്ട് ഇനി പിന്നെ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ഒന്നും പിടിക്കാതെ നിന്നിട്ട്. ഇപ്പോൾ എൻ്റെ മുടിയുമ്പോൾ കുത്തുന്ന ക്രാബും അതും ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ ചാക്കുനൂലൊക്കെ വെച്ച് കെട്ടി ഒക്കെ സെറ്റാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി എന്തെങ്കിലും വിക്രസാകുമ്പോൾ ഒപ്പിച്ചിട്ട് വേണം അത് ശരിയാക്കിയിട്ട് കൊണ്ട് നടന്നിട്ട് വെക്കണമെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കണോടത്തിലൊക്കെ ഇത് കൊണ്ടു നടക്കണമല്ലോ. അപ്പം ഞാൻ ശരിയാക്കണം, ഫോണ് താഴ്ത്ത് വീഴണേ. അപ്പം അതങ്ങനെ. അപ്പം ഞാൻ ഉണ്ടാക്കിയത് പൊരിച്ച പത്തിരിയുടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ സംഭവം കഴിക്കാൻ വേണ്ടി. ഇതിൽ പഞ്ചസാരയും നാളികേരമാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് ഒരു ഗ്ലാസ് പൊടിയും ഒരു അര ഗ്ലാസ് മൈദയും കൂട്ടിയിട്ടാണ് വാട്ടിയെടുത്തത് കേട്ടോ. വാട്ടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫോണാകുമ്പോൾ ഇരിക്കുന്ന തന്നെയില്ല. പിന്നെ ആകുമ്പോൾ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും, നമ്മൾ പള്ളിക്കിലേക്ക് കൊണ്ടുപോയി കൊടുക്കും വേണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്താ പറയുക, അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു ഗ്ലാസ് പൊടിയും പിന്നെ ഒരു അര ഗ്ലാസ് മൈദയും കൂട്ടിയിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇതുപോലെ പത്തിരിക്ക് പൊടി വാട്ടണ പോലെ തന്നെ വാട്ടിയെടുത്തു. എന്നിട്ട് നന്നായി കുഴച്ച് പിന്നെ നമ്മുടെ എന്താ പറയുക പ്രസ്സിൽ വെച്ചിട്ടൊന്ന് അമർത്തി പിന്നെ അതിൽ നാളികേരം പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ മടക്കി ഒരു പൂവിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക കേട്ടോ. നല്ലൊരു പൊരിച്ച അട എന്നതിന് പറയുക, പൂവട എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഉമ്മ അവിടെ ഇലയുടെ ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളൊക്കെ എന്താ 27 രാവായിട്ട് ഇതുപോലെ പള്ളിക്ക് കൊണ്ടുപോകുമോ, എന്താ ഉണ്ടാക്കിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ നമ്മുടെ നോമ്പ് ഇറക്കണ സമയമായിട്ട്, നോമ്പ് ഇറക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. പള്ളിക്ക് നിന്ന് നമ്മളിത് അവിടെ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചീരണി ഇങ്ങോട്ട് തരും. അപ്പോൾ ഉള്ളിവട പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ അട ഉണ്ട്. പിന്നെ ഇതാ ഓറഞ്ചും മുന്തിരി ഉണ്ട്. പിന്നെ ഞാൻ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജ്യൂസ് അടിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നോമ്പറക്കുമ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ. പത്തിരിയോ അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല, ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കാണ്. അപ്പോൾ ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞുവിനോട് പാൻറ് ഇട്ടിട്ട് നോമ്പറക്കാതിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിതാ പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വാങ്ങി കൊടുത്തു. ഞങ്ങളിതാ നോമ്പറന്നുകൊണ്ടിരിക്കുക കേട്ടോ. വാങ്ങി കൊടുത്തിട്ട് നോമ്പറന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എന്തോ വീഡിയോ കട്ടായിട്ടാണ്, പിന്നെ ക്ലിയർ പോയി, അങ്ങനെയൊക്കെ ആയി. ഫോണ് കുഞ്ഞൊന്ന് പട്ടീനെ എറിഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ ഫോണിൻ്റെ ക്ലാരിറ്റിയും ഒക്കെ പോയി. നമ്മുടെ ഡിസ്പ്ലേ മാറ്റിയോട് കൂടിയിട്ട് ഫോൺ ആകെ ഒരു ജാതിയായി. കാരണം വീഡിയോ എടുക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഒരു പുകമയാണ് ആകെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പെരുന്നാളൊക്കെ എവിടം വരെയായി, എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോ, എന്താണ് വർത്താനങ്ങൾ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വെച്ചാൽ ഞാൻ വീഡിയോ പിടിക്കാം. എന്താ പറയുക, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ വീഡിയോ പിടിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ സ്കൂളൊക്കെ പൂട്ടി, കുട്ടികളൊക്കെ ഇതാ വീട്ടിലുണ്ട്. ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മദ്രസ തുറക്കും. എന്താ പറയുക, എല്ലാ മക്കളുടെയും പരീക്ഷയൊക്കെ കഴിഞ്ഞു, സ്കൂളൊക്കെ പൂട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ എല്ലാവരുടെയും പൂട്ടിയിട്ട് 3 ആളുടെയും പൂട്ടിയിട്ടുണ്ട്, ഇവർക്ക് ഇനി ഇല്ല. അപ്പോൾ അങ്ങനെ ഇനി 2 മാസം തകർക്കും ഇവിടെ ആ ചുട്ടനും കുഞ്ഞും ഇശമോളൊക്കെ കൂടിയിട്ട്. ചില ദിവസം കടി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാട്ടോ. ചില ദിവസം കുറേ ഉണ്ടാക്കിയാലും എനിക്ക് മതിയാവില്ല. എണ്ണക്കടി ആയാലും എന്താ പറയുക പത്തിരിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കില്ല. ചിലപ്പോൾ എന്തുണ്ടാക്കിയാലും മതിയാവാത്ത പോലെ തോന്നും. അത് ഇത് ഉണ്ടാക്കിയാലോ എന്നൊക്കെ തോന്നും കേട്ടോ. അതങ്ങനെ ചില ദിവസം ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു. വിഷമമുള്ള സ്കൂളിലേക്കും കുഞ്ഞുവിൻ്റെ സ്കൂളിലേക്കും പിന്നെ എന്താ പറയുക 2-3 സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ വടക്കാഞ്ചേരിക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ എല്ലാത്തിനും പോകണ്ടേ, സാധനങ്ങൾ മേടിക്കാനാണെങ്കിലും കുട്ടികളുടെ സ്കൂളിലേക്കാണെങ്കിലും
എല്ലാത്തിനും പോകണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലത്തെ പണികളും കൂടിയൊക്കെ ആലോചിക്കുമ്പോൾ ആകെ ദേഷ്യം വരും കേട്ടോ. അങ്ങനെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നാളെ വരാം നല്ലൊരു വീഡിയോ ആയിട്ട്.